ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ജാപ്പനീസ് ഗ്രാൻഡ് പ്രീം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇനി ഒരു മാസത്തേന് റേസസ് ഒന്നും തന്നെയില്ല, ഫോർമുല 1 റേസസ് ഒന്നും തന്നെയില്ല. ഇപ്പോൾ നടക്കുന്ന വാർ കാരണം സൗദി അറേബ്യൻ ഗ്രാൻഡ് പ്രീം, ബഹ്റൈൻ ഗ്രാൻഡ് പ്രീം ക്യാൻസൽ ചെയ്തായിരുന്നു. അപ്പോൾ ഈ ഒരു മാസം റേസസ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. പക്ഷെ ടീംസിനെല്ലാം നല്ല എട്ടിന്റെ പണിയായിരിക്കും. കാരണം അവരുടെ പുതിയ കാർ, ഈ വർഷത്തെ പുതിയ റെഗുലേഷൻ അനുസരിച്ചുള്ള കാറുകൾക്കെല്ലാം പ്രശ്നമുണ്ട്. മെക്കാനിക്കൽ ഇഷ്യൂ ആണെങ്കിലും ഇലക്ട്രിക്കൽ ഇഷ്യൂ ആണെങ്കിലും പവർ യൂണിറ്റിന്റെ ഇഷ്യൂ ആണെങ്കിലും എല്ലാ ടീമുകൾക്കും പ്രശ്നമുണ്ട്. അപ്പം മെയിൻലി ഇതിപ്പം ഫസ്റ്റ് ഓർഡർ വരുന്ന ടീംസ് ഉണ്ടല്ലോ, ഈ മെഴ്സിഡസ്, റെഡ് ബുള്ള്, അല്ലെങ്കിൽ മെക്ലാരൻ, ഫെറാറി, ഈ ടീംസ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ഓർഡർ ടീംസിൽ ഏറ്റവും കൂടുതൽ ഷോവായിട്ട് നിൽക്കുന്ന ടീം റെഡ് ബുള്ളാണ്. അപ്പോൾ റെഡ് ബുള്ളിന് നല്ലപോലെ പണിയെടുക്കണം. അത് മാത്രമല്ല മാക്സിന്റെ കാര്യത്തിൽ ഭയങ്കര ഷോയാണ്. മാക്സ് ടോട്ടലി ഡിസപ്പോയിന്റഡ് ആണ് ഈ ഒരു പുതിയ റെഗുലേഷൻ അനുസരിച്ചിട്ട്. അപ്പം ഈ ഒരു മാസം കൊണ്ട് റെഡ് ബുള്ള് അവരുടെ പുതിയ റെഗുലേഷൻ അനുസരിച്ചിട്ട് കാറിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അത് മാത്രമല്ല, ഈ ജാപ്പനീസ് ഗ്രാൻഡ് പ്രീ കഴിഞ്ഞപ്പോഴത്തേന് മെക്ലാരൻ ഈ മെഴ്സിഡസിന്റെ കാറിനകത്ത് ഒരു റെഗുലേഷനിലെ തട്ടിപ്പ് കണ്ടുപിടിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് ഫ്ലാപ്പും റിയർ ഫ്ലാപ്പും ഒരേ സമയത്തല്ല അടയുന്നത്. ഫെയുടെ പുതിയ റെഗുലേഷൻ അനുസരിച്ചിട്ട് 0.4 സെക്കൻഡ്സിനുള്ളിൽ ഫ്രണ്ട് ഫ്ലാപ്പും റിയർ ഫ്ലാപ്പും ക്ലോസ് ചെയ്യണമെന്നാണ് റൂൾ. മെഴ്സിഡസിന്റെ കാറിന്റെ ഫ്രണ്ട് ഫ്ലാപ്പും റിയർ ഫ്ലാപ്പും ഡിഫറൻറ്റ് ടൈംസിലാണ് ക്ലോസ് ചെയ്യുന്നത്. അതിപ്പോൾ മെക്ലാരനാണ് കണ്ടുപിടിച്ചതും കംപ്ലൈൻറ്റ് ചെയ്തത്. അപ്പോൾ FIA അതിനെപ്പറ്റി ആക്ഷൻ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്, എന്തായിരിക്കും നമുക്ക് അറിയത്തില്ല. പിന്നെ ജാപ്പനീസ് ഗ്രാൻഡ് പ്രീ കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവരും അത്ഭുതപ്പെട്ട ഒരു പെർഫോമൻസ് മെക്ലാരൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. ആ വീക്കെൻഡിൽ മെക്ലാരൻ നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. P2 ഓസ്കർ പിയസ്ട്രിയാണ് ഗ്രാൻഡ് പ്രീയിൽ ഫിനിഷ് ചെയ്തത്. അപ്പോൾ ആ ഒരു കേസിൽ ഇങ്ങനെ മീം പോലെ വന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെക്ലാരന് എഞ്ചിൻ കൊടുക്കുന്നത് മെഴ്സിഡസ് ആണല്ലോ. ജാപ്പനീസ് ഗ്രാൻഡ് പ്രീയുടെ മുന്നോടിയായിട്ട് മെക്ലാരൻ എന്തോ മെഴ്സിഡസിനെ ഭീഷണിപ്പെടുത്തും എന്ത് ചെയ്തിട്ട്, അതുകൊണ്ട് മെഴ്സിഡസ് ഇവർക്ക് എഞ്ചിൻ വരാൻ വേണ്ടിയിട്ടും കൂടുതൽ എഞ്ചിൻ സെറ്റിംഗ്, എഞ്ചിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ കൈമാറിയെന്നൊക്കെയാണ് ട്രോള് പോലെ വന്നതാണ്. ഇനി ജാപ്പനീസ് ഗ്രാൻഡ് പ്രീ എടുക്കുക. ജാപ്പനീസ് വീക്കെൻഡിന്റെ ഇടയിൽ ഒരു അത്ഭുതം സംഭവിച്ചായിരുന്നു. അല്ലെ, ഈ ഫോർമുല 1 എല്ലാ ചാനലൊക്കെ വന്നതാണ്. ആസ്റ്റൺ മാർട്ടിന്റെ കാറിനകത്തുള്ള വൈബ്രേഷൻ, അതായത് ഡ്രൈവേഴ്സ് ഡ്രൈവ് ചെയ്യുമ്പോൾ സ്റ്റിയറിംഗിൽ കൂടുതലായിട്ട് വൈബ്രേഷൻ വരുന്നു. അതുകൊണ്ട് ഈ കൂടുതൽ സമയം ഓടിച്ചു കഴിഞ്ഞാൽ ഡ്രൈവേഴ്സിന് ഈ നെയർ ഡാമേജ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതിന് പരിഹാരമായിട്ട് ജാപ്പനീസ് ഗ്രാൻഡ് പ്രീയുടെ ഫ്രീ പ്രാക്ടീസിന്റെ സമയത്ത് ആസ്റ്റൺ മാർട്ടിൻ അത് സോൾവ് ചെയ്തായിരുന്നു. അതായത് ആ വൈബ്രേഷൻ കുറച്ചായിരുന്നു. ആ ഫ്രീ പ്രാക്ടീസ് കണ്ടായിരുന്നു, ഒരു ഫുൾ ടൈം ഓടിച്ചു. പക്ഷേ ഗ്രാൻഡ് പ്രീ, അതായത് റേസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേന് ആ വൈബ്രേഷൻ വീണ്ടും തിരിച്ചു വന്നു. അപ്പം ഫെർണാണ്ടോ അലോൺസോയുടെ അവസ്ഥ ബ്ലിങ്കി പോലായിരുന്നു. എന്ന് കഴിഞ്ഞാൽ ഫ്രീ പ്രാക്ടീസിന് ഇത് കണ്ടില്ലല്ലോ, പിന്നെ അങ്ങനെ ഇത് റേസിന് വന്നെന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ആസ്റ്റൺ മാർട്ടിന് ഇനിയും ടൈമുണ്ട്. കാരണം അഡ്രിയാൻ ന്യൂവി ടീം പ്രിൻസിപ്പൾ എന്നുള്ള ആ പൊസിഷൻ മാറി ഇപ്പം കംപ്ലീറ്റ്ലി ആ ഒരു ഡിസൈനിലേക്ക്, പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു റോളിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അതായത് ഡിസൈൻ എഞ്ചിനീയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഓഡിയുടെ ജോനത്തൻ വീറ്റ്ലി ആസ്റ്റൺ മാർട്ടിനിലേക്ക് ടീം പ്രിൻസിപ്പളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അഡ്രിയാൻ ന്യൂവിയുടെ കൂടുതൽ ഇൻപുട്ട് കാറിന്റെ ഡിസൈനിലേക്ക് വരുമെന്നാണ് തോന്നുന്നത്. കാറിന്റെ ഡിസൈനിലും മാനുഫാക്ചറിങ്ങിലും എന്ന് പറഞ്ഞാൽ ടെക്നിക്കലായിട്ട് കൊണ്ടുവരാൻ പുള്ളിക്ക് ടൈം കിട്ടും. അത് മാത്രമല്ല, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ADUവിനെ പറ്റി ഡിസ്കസ് ചെയ്തായിരുന്നല്ലോ. അഡീഷണൽ ഡെവലപ്മെന്റ് ആൻഡ് അപ്ഗ്രേഡ് ഓപ്പർച്യൂണിറ്റി. ഒരു മയാമി ഗ്രാൻഡ് പ്രീ അല്ലെങ്കിൽ കാനഡിയൻ ഗ്രാൻഡ് പ്രീ ഒക്കെ ആ ഒരു സമയത്തായിരിക്കും അവർ കൊണ്ടുവരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ആ സമയത്തിന് ഫെറാറി അവരുടെ എഞ്ചിനിൽ എന്തോ അപ്ഗ്രേഡ് കൊണ്ടുവന്നിട്ടുണ്ടെന്നൊരു റൂമറുണ്ട്. ഫെറാറി ഒന്നും കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് ഫെറാറിയുടെ കാര്യമാണ്. ഫെറാറി ഈ വർഷം രണ്ടും കൽപ്പിച്ചിട്ട് ഇറങ്ങിയേക്കുന്നത്. അവരുടെ പെർഫോമൻസ് അതുപോലെയാണ്. അവർ അപ്ഗ്രേഡ് കൊണ്ടുവരുവാണെങ്കിൽ മെഴ്സിഡസുമായിട്ടുള്ള അവരുടെ ഒരു ഡിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റും. ജാപ്പനീസ് ഗ്രാൻഡ് പ്രീയിൽ ഒലിവർ ബെയർമാന്റെ ക്രാഷ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് കാരണക്കാർ ആരാന്ന് ചോദിച്ചാൽ FIA ആണ്. അപ്പം ഇൻസിഡന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റേസിനിടയിൽ ഒലിവർ ബെയർമാൻ ഒരു സ്ട്രേറ്റ്സ് ഉണ്ടല്ലോ, 1.2 കിലോമീറ്റർ സ്ട്രേറ്റ്സ്, പിന്നെ അടുത്ത് വരുന്ന മറ്റേ എസ്കർവ് ഒക്കെ വരുന്ന സമയത്ത് നല്ല സ്പീഡിലാണ് വരുന്നത്. ഒരു 200-250 ആ ഒരു റേഞ്ചിലാണ് സ്പീഡിൽ വന്നത്. പക്ഷെ ഫ്രണ്ടിൽ ഫ്രാങ്കോ കൊളപ്പിൻ്റെ ഉണ്ടായിരുന്നു, അൽപ്പൈൻ്റെ. ഫ്രാങ്കോ കൊളപ്പിൻ്റെ ബാറ്ററി ഹാർവെസ്റ്റ് ചെയ്യുമായിരുന്നു, മീൻസ് ബാറ്ററി റീചാർജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊരു 60 കിലോമീറ്റർ കുറച്ച് സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ബെയർമാൻ പുറത്ത് നല്ല സ്പീഡിലാവുന്നത്. അപ്പം ബെയർമാൻ ബാറ്ററി ഡിപ്ലോയ് ചെയ്തേക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒലിവർ ബെയർമാൻ അത്ര സ്പീഡിൽ വരുന്നു, കൊളപ്പിൻ്റെ ഫ്രണ്ടിൽ അത്ര സ്പീഡ് കുറഞ്ഞു പോകുന്നു. അത് കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ടും കൂടെ സ്ട്രേറ്റ് റോഡിൽ ബൈക്കിൽ പോവാണ് എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡിലാണ് പോകുന്നത്. ആരെയും ട്രൈ ചെയ്യില്ല കേട്ടോ, നമ്മുടെ റോഡിലൊന്നും ട്രൈ ചെയ്യില്ല. നമ്മുടെ നല്ല സ്പീഡിൽ പോവാണ്, ഒരു 80 km/h സ്പീഡിൽ പോവാണ്. അപ്പോൾ നല്ല കട്ടയ്ക്ക് മത്സരിച്ച് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എത്തിയപ്പോഴത്തേനും നമ്മുടെ ഫ്രണ്ട് പെട്ടെന്ന് ബ്രേക്ക് ഇട്ട്. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സംഭവമില്ലേ, ഫ്രണ്ടിലോട്ട് ആഞ്ഞു പോകുന്നു, ഒരു കൺട്രോൾ പോകുന്ന ഒരു ഇതും. അത് നമ്മൾ 80 km ഉള്ളൂ. പക്ഷേ ഈ ഫോർമുല 1 കാർ പോകുന്നത് എത്ര km/h ആണ്? 250-300 km/h സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ അത്ര ഒരു സ്പീഡിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു ഡ്രൈവറിന്റെ കൺട്രോൾ എൻറ്റയർലി പോകും. അപ്പോൾ ആ സെയിം ഇൻസിഡന്റ് ആണ് ഇവിടെ ഉണ്ടായത്. കൊളപ്പിൻ്റെ സ്പീഡ് കുറഞ്ഞപ്പോഴത്തേന് ബെയർമാൻ അത് എക്സ്പെക്ട് ചെയ്തില്ല. അപ്പോൾ ആ ഒരു വന്ന സ്പീഡിൽ പുള്ളിക്ക് കൺട്രോൾ പോയിട്ട് ഒരു 30 G അത്ര ഒരു ഫോഴ്സ് പുള്ളിയുടെ ബോഡി വരുന്ന പോലെ ഒന്ന് ബാരിയറെ തട്ടി. പറഞ്ഞാൽ ഒരു ഫോർമുല 1 ഡ്രൈവറിന്റെ ഡെത്ത്, മരിച്ചു പോകാൻ വേണ്ടി അത്ര ഒരു സംഭവം മതി. അപ്പം അതാണ് ഇവിടെ സംഭവിച്ചത്. അതുമാത്രമല്ല,
ഈ ഒരു ജാപ്പനീസ് ഗ്രാൻഡ് പ്രിക്ക് മുൻപായിട്ട് അലോൺസോ ഒരു ഇന്റർവ്യൂ പറഞ്ഞായിരുന്നു ഇതേപോലെ ഒരു ക്ലോസിംഗ് സ്പീഡിന്റെ കാര്യം എന്താ ഈ ഒരു പുതിയ റെഗുലേഷൻ വെച്ചാൽ കാറുകൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് ഇതിനെക്കുറിച്ച് FIA എന്തെങ്കിലും ചെയ്യണമെന്ന് ഫെർണാണ്ടോ അലോൺസോ ഇതിനെപ്പറ്റി സംസാരിച്ചായിരുന്നു. അപ്പൊ ഇതിന് എത്രയും പെട്ടെന്ന് FIA ഒരു ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഇപ്പം തന്നെ ഈ ഡ്രൈവേഴ്സിന്റെ ഒരു കമ്മിറ്റി ഉണ്ടല്ലോ, ഡ്രൈവേഴ്സിന്റെ ഒരു കമ്മിറ്റി ഉണ്ട്. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ കാർലോസ് സൈൻസ് ആണ്. അപ്പോൾ കാർലോസ് സൈൻസും ചാൾസ് ലെക്ലർക്ക് എല്ലാ ഡ്രൈവേഴ്സും ഇതിനെതിരെ പറയുന്നുണ്ട്. അപ്പം FIA ഇതിനെപ്പറ്റി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പണിയാവും. അപ്പോൾ ഇതൊക്കെയാണ് ഫോർമുല 1 കുറിച്ച് ഈ ഒരു റീസെന്റ് ആയിട്ട് കഴിഞ്ഞ ഈ ജാപ്പനീസ് ഗ്രാൻഡ് പ്രി കഴിഞ്ഞപ്പോൾ വന്ന കുറച്ച് അപ്ഡേറ്റ്സ് ആണ് ഇത്. വേറെ കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോർമുല 1 ഇപ്പം 3 റേസസ് കഴിഞ്ഞല്ലോ. അപ്പോൾ കഴിഞ്ഞപ്പോഴത്തേനും ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു 2026 റെഗുലേഷനെ കുറിച്ചും അതിൽ ഡ്രൈവേഴ്സ് ഫേസ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചും ടീംസ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ കുറിച്ചും ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എന്തായെന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ആ പോഡ്കാസ്റ്റിൽ കാണാം. ബൈ.